ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫാന്റസി സിനിമയാണ്. ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ഒരു സിനിമയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി ഒരു 5 പേര് എന്തോ ഒന്ന് തെരഞ്ഞ് വളരെ അബാൻഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇത് ഭയങ്കര പേടി തോന്നിക്കുന്ന ശ്മശാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവരുടെ ക്യാപ്റ്റനാണ്. വളരെ കെയർഫുൾ ആയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരെ കൂട്ടിയിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞ സമയത്ത് വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുള്ള ഒരു പാലസ് മാതിരി ഒരു ബിൽഡിംഗ് ഇവർ കാണുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഇപ്പോ അകത്തേക്ക് കയറി ചെല്ലാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികള് പാട്ടൊക്കെ പാടി അങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടികളെ കണ്ട സമയത്ത് തന്നെ ഈ ക്യാപ്റ്റന്റെ കൂടെ വന്ന ആളുകള് അവരുടെ ലക്ഷ്യമെല്ലാം മറന്നു പോവാണ്. അവരിപ്പോ ഓരോരോ പെൺകുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ക്യാപ്റ്റനെയും അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മാടി വിളിക്കുന്നുണ്ട്. ക്യാപ്റ്റനും അവളെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു സിനിമയിലെ നായിക. ക്യാപ്റ്റൻ ഇവളുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ബാഗിലേക്ക് ഇപ്പോ അസ്ഥികൂട പോലെയുള്ള ഒരു കൈ വരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ ചാടി കയറിയിട്ട് ആ ഒരു കൈയിലേക്ക് പിടിക്കുകയാണ്. എനിക്ക് ആദ്യമേ അറിയായിരുന്നു നിങ്ങളെല്ലാവരും ഡീമൺസ് ആണ് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ വാള് പുറത്തെടുത്തിട്ട് ഇപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ എല്ലാം രൂപം മാറുകയാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ ഡീമൺസ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റനും കൂടെയുള്ളവരും കൂടിയിട്ട് അതിഭീകരമായിട്ട് തന്നെ അവരോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ കുറെ നേരം ഫൈറ്റ് ചെയ്ത സമയത്ത് ഈ ഡീമൺസിന്റെ ഒന്നും അവരെടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഇപ്പോൾ അവിടുന്ന് ഓടിപ്പോവാണ്. ഇത്രയും നേരം ഭയങ്കര പ്രകാശത്തോടെ ജ്വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലം ഡീമൺസ് പോയ സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള പഴയ ഒരു ബിൽഡിംഗ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ഈ ഒരു ഡീമൺ ഹണ്ടേഴ്സ് എല്ലാവരും തന്നെ ആയുധങ്ങൾ എടുത്തിട്ട് അവരുടെ ക്യാപ്റ്റന്റെ ചുറ്റും നിരന്ന് നിൽക്കുന്നുണ്ട്. ഇരുട്ടിൽ നിന്നും എന്തോ വള്ളികൾ മാതിരി പുറത്തേക്ക് വന്നിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ അത് ആ ഒരു ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. ഇപ്പൊ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് ആരും പേടിക്കരുത്. ഇപ്പൊ പിടിച്ചുകൊണ്ട് പോയവന്റെ ആ ഒരു ബോഡി ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് വീഴാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവും രക്തവും ഒക്കെ ഊറ്റി കുടിച്ചിട്ട് ആ ഒരു ബോഡി മുഴുവനായിട്ട് ചുങ്ങിച്ചുളിഞ്ഞ് അസ്ഥികൂട മാതിരി ആയിട്ടുണ്ട്. അവൻ മരിച്ചുപോയെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കണ്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ധൈര്യപൂർവ്വം നിൽക്കാനായിട്ട് പറയാണ്. ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു ഡീമണ്ണെ പിടിച്ചു കേട്ടാന്ന്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു ഡീമൺസ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ക്യാപ്റ്റന്റെ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരെയായിട്ട് ഇപ്പൊ കൊന്നു തള്ളുകയാണ്. ഇപ്പൊ ക്യാപ്റ്റൻ മാത്രമാണ് അവിടെ ബാക്കിയായിട്ട് അവശേഷിച്ചത്. എന്നാലും അദ്ദേഹം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. ആര് വന്നാലും എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഇപ്പോ അദ്ദേഹത്തിന്റെ വാളൊക്കെയായിട്ട് തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡീമൺസിന്റെ നേതാവായിട്ടുള്ള ആ ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ പെട്ടുപോലോടെ മോനെ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ ഈ ഒരു ക്യാപ്റ്റനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു പവറുകളെല്ലാം പുറത്തെടുത്തിട്ട് ഈ ഒരു ഡീമൺസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ എല്ലാ അറ്റാക്കും തന്നെ അത് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാപ്റ്റനെ വളരെ ഈസി ആയിട്ട് തന്നെ അത് കൊല്ലുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റന്റെ ആത്മാവിനെ അത് കഴിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇവനൊരു സ്റ്റുഡന്റ് ആണ്. ഇവന്റെ പഠനത്തിന് വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിനിടയിൽ ആശാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഒരു ഹോട്ടൽ കയറി ഇരുന്നിട്ട് അവൻ ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ഇവന് കൊണ്ടുകൊടുത്തിട്ടുള്ള ആ ഒരു മോമോസ് ആണെന്നുണ്ടെങ്കിൽ അത് കേടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അത് ബേക്കോട്ടേക്ക് എറിയുന്നുണ്ട്. അത് ചെന്ന് വീണത് ആ നാട്ടിലെ കുറച്ച് പ്രശ്നക്കാരായിട്ടുള്ള ആളുകളുടെ മേത്തേക്കായിരുന്നു. അവന്മാരെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവരുടെ ശത്രുക്കളായിട്ടുള്ള ഒരു ഗ്യാങ് ഇരിക്കുന്നുണ്ട്. അവർ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മേത്തേക്ക് വലിച്ചെറിഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇപ്പോ അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്രാമം വളരെ മോശമായിട്ടുള്ള ഒരു ഗ്രാമാന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ അവന്റെ ജീവനം കൊണ്ട് അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ പോയിട്ട് ഇവനൊരു കാട്ടിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ മരത്തിന് മുകളിലായിട്ട് ഒരു പെയിന്റിംഗ് അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പെയിന്റിംഗ് ആരാണ് കാട്ടില് ഈ ഒരു മരത്തിന്റെ മുകളിൽ കൊണ്ട് തൂക്കി വെച്ചിട്ടുള്ളത്? ആർക്കും വേണമെങ്കിൽ ആ ഒരു പെയിന്റിംഗ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു പെയിന്റിംഗ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയുടെ ബാക്കിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്തോ ഒന്ന് ഫീൽ ആവുകയാണ്. അവനും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തേക്കും ഒരു ഡീമൺ ഹണ്ടർ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് നമുക്ക് മാസ്റ്റർ എന്ന് വിളിക്കാം. മാസ്റ്ററിന്റെ കയ്യിൽ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസ് ഉണ്ട്. ആ ഒരു ഡിവൈസ് വഴി ഏതോ ഒരു ഡീമൺ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മാസ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ ഒരു ഡീമൺ ആണല്ലോ. അവൾ ഇവിടെ നിൽക്കുന്നതിന്റെ ആ ഒരു സിഗ്നൽ കണ്ടിട്ടാണ് മാസ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോ മാസ്റ്ററിനെ ആരോ വിളിക്കുന്നുണ്ട്. അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു. മാസ്റ്റർ, നിങ്ങൾ എന്താ ഈ ഒരു ഡീമൺ ഹണ്ടിങ്ങിനൊന്നും എന്നെ കൂട്ടാത്തത്? എന്നെ നിങ്ങൾ അംഗീകരിക്കാത്തത് എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്.
മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നീ ഇനിയും റെഡി ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഓഹോ അങ്ങനെയാണോ, എന്നാ നിങ്ങൾ എന്നെ തോപ്പിക്കുന്നു പറഞ്ഞിട്ട് മാസ്റ്ററിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ അവൻ മുന്നിലേക്ക് വന്ന് ചാടുന്നുണ്ട്. ഇവരങ്ങനെ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ മരത്തിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവൻ നിൽക്കുന്ന ആ ഒരു ഏണി അടക്കം താഴേക്ക് വീഴുന്നുണ്ട്. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഫൈറ്റ് ചെയ്തോടെ, എന്തിനാ എന്റെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ കിടന്ന് കീറാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാള് ഏതോ ഒരു ലേഡീനെ കൊന്നിട്ട് ഒരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചിടാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഇയാളുടെ ബാക്കിൽ കൂടെ നമ്മുടെ ഹീറോയിൻ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇയാൾക്കും എന്തോ ഒരു കാര്യം ഫീൽ ആവാണ്. അതുകൊണ്ട് തന്നെ അയാളിപ്പോ അയാളുടെ വാളും വലിച്ചൂരിട്ട് ആരാ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി അങ്ങനെ നിൽക്കുന്നത് കാണാണ്. ഈ പെണ്ണിനെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സമാധാനമാവുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് അയാളിപ്പോ ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ അടുത്തെത്തിയ സമയത്ത് തന്നെ അവൾ പെട്ടെന്ന് തിരിയാണ്. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. ഡീമന്റെ ആ ഒരു രൂപത്തില് ഭയങ്കര ഭയാനകമായിട്ടായിരുന്നു അവളോട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇയാളും അവളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അവൾ അയാളെ അറ്റാക്ക് ചെയ്ത് കൊല്ലാണ്. അതിനുശേഷം അയാളുടെ ആത്മാവ് അവൾ കഴിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവനിപ്പോ ആ ഒരു കാട്ടിൽ കൂടെ അങ്ങനെ നടന്നു വരാണ്. സമയം ഒരുപാട് രാത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറിയിട്ട് അന്ന് അവിടെ തങ്ങിക്കോട്ടെ, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഞാൻ പോയിക്കോളാം, അങ്ങനെ പെർമിഷൻ ചോദിച്ച് കിടക്കാന്ന് വിചാരിച്ചിട്ട് അവനിപ്പോ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോ ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ, അതേ വീട്ടിലേക്കാണ് ഇവൻ കയറി ചെന്നിട്ടുള്ളത്. വാതിലിനെ നോക്ക് ചെയ്ത സമയത്ത് തുറന്നത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. ഇവളെ കണ്ട സമയത്ത് തന്നെ അവൻ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കാണാനായിട്ട് അത്രയും ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ ഹീറോ പറയാണ്, ഓ സോറി ഞാൻ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് ചോദിക്കാനാണ് വന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം, എന്നാ ഇങ്ങനെ പെൺകുട്ടികളുള്ള വീട്ടിലൊന്നും ഞാൻ നിൽക്കാറില്ല, ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. ഇതിനിടയിൽ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഉള്ളിലേക്ക് കയറിക്കോ, നീ വേണമെങ്കിൽ ഇന്ന് ഇവിടെ നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുമാത്രമല്ല ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പൊ എനിക്കൊരു ധൈര്യമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്തിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. ഈ വീട്ടിലെ ആളാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ കൊന്നിട്ട് അകത്തൊരു റൂമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഹീറോ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ആ റൂമിലേക്ക് തന്നെ കയറി പോകാൻ തുടങ്ങുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവനെ കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഷോക്കായിട്ട് കുതിരി മാറുന്നുണ്ട്. അതിനിടയിൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിലത്തേക്ക് വീഴാണ്. അവൾ വീഴാതിരിക്കാനായിട്ടെന്നുള്ള രീതിയിൽ അവനിപ്പോ അവളുടെ ഡ്രസ്സിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. എന്നാൽ ഡ്രസ്സിന്റെ ഒരു കഷ്ണം കയറി പോരുകയാണ്. ഇവനിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവനെയും സെഡ്യൂസ് ചെയ്തിട്ട് കൊല്ലാന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ അവന്റെ മേത്തേക്ക് ചാടി കയറുകയാണ്. ഇവനാണെങ്കിൽ ഇപ്പോ ചാടി എണീക്കുന്നുണ്ട്. ഞാൻ അറിയാതെയാണ് നിങ്ങളുടെ ഡ്രസ്സ് കയറിയത്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പെൺകുട്ടികൾ ഒറ്റയ്ക്കുള്ള വീട്ടിൽ താമസിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹീറോയിൻ വണ്ടടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാവരും ഭയങ്കര മോശപ്പെട്ട ആളുകളാണ്, എന്നാൽ ഇവൻ മാത്രം എന്താ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്, ഇവൻ വളരെ നല്ലൊരു പയ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിന് അവനോടൊരു സോഫ്റ്റ് കോർണർ വരുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഭയങ്കര ടെൻഷനായിട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു പെൺകുട്ടിയോട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, അറിയാതെയാണെങ്കിലും അവളുടെ ഡ്രസ്സ് ഞാൻ കയറിയില്ലേ, എന്നിട്ട് അവളോടൊരു സോറി പോലും പറയാതല്ലേ ഞാൻ ഇറങ്ങി വന്നത് എന്നൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ് അവൻ നടക്കുന്നുണ്ടായിരുന്നത്. ഇതെല്ലാം ഇവന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിനും കേൾക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇപ്പോ അവളും വിചാരിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നീ ഇത്ര മോശപ്പെട്ട ആളായിരുന്നോ, നിലത്തുനിന്നൊരു കല്ലെടുത്തിട്ട് ദേഷ്യത്തോടെ അകലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അത് മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന ഒരാളുടെ തലമണ്ടിക്ക് തന്നെ പോയി തട്ടാണ്. അവനിപ്പോ മൂക്കാമണ്ടി അടിച്ചിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇതാരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാസ്റ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളുടെ അടുത്തേക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ശിഷ്യനാണിത്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവൻ ഈ ഒരു മരത്തിന്റെ മണ്ടയ്ക്ക് ഒന്ന് വിളിച്ചിരുന്നതായിരുന്നു. അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ പെട്ടെന്ന് സ്റ്റക്ക് ആവുകയാണ്. ഇവിടേക്ക് ഏതോ ഡീമൺസ് വരുന്നുണ്ട്. ആ ഡീമണിനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ട് വീണ്ടും എന്റെ മാസ്റ്ററിന്റെ മുന്നിൽ ഞാൻ കഴിവ് തെളിയിക്കും, അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യുന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയാണ്. കയ്യിലുണ്ടായിരുന്ന വാളൊക്കെ എടുത്തിട്ട് ആശാൻ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നത് ഈ ഡീമൺസിന്റെ എല്ലാം ലീഡർ ആയിട്ടുള്ള ആ ഒരു ലേഡി ഇല്ലേ, ഇവരെല്ലാം ട്രീ ഡീമൺസ് ആണ്. ഈ ലീഡർ ഇപ്പോ അവളുടെ വേരുകൾ ഉപയോഗിച്ചിട്ട് ഈ സ്റ്റുഡന്റിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിലേക്ക് വരിഞ്ഞു മുറുക്കി കെട്ടിവെക്കാണ്. മരത്തിന്റെ പുറകിലായിട്ട് പേടിച്ചു കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഹീറോയെയും അവരിപ്പോ കാണുന്നുണ്ട്. അതിന്റെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഡീമൺ ഇപ്പോ ഹീറോയെ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുത്തുന്നുണ്ട്. ഇവനെ കണ്ട സമയത്ത് തന്നെ ആ ഒരു ഡീമൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവാണ്. ഇവന്റെ സോള് അത്രയും പ്യൂർ ആയിട്ടുള്ള ഒരു സോളാണ്. ഇത്രയും പ്യൂർ ആയിട്ടുള്ള ഇവന്റെ സോള് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പവർ ഇനിയും ഇരട്ടിയാവെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ സോള് സക്ക് ചെയ്യാനായിട്ട് അവർ തുടങ്ങുന്നുണ്ട്. അതേ സമയത്ത് ഈ ഒരു ഡീമണിന്റെ മേത്തേക്ക് പെട്ടെന്ന് ഒരു സോഡ് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ ആയിരുന്നു അത്. മാസ്റ്റർ ഇപ്പോ ഈ ഒരു ഡീമണുമായിട്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഡീമണും അതിന്റെ റിയൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് വന്നിട്ട് മാസ്റ്ററിനോട് തിരിച്ച് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. ഇതിന്റെ ഇടയിൽ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ സ്റ്റക്ക് ആവുന്നുണ്ട്. അത് മൗണ്ടൻ ഡീമണിന്റെ സൗണ്ട് ആയിരുന്നു. ഈ ഡീമൺസിനെ എല്ലാം ഭരിക്കുന്നത് ആ ഒരു മൗണ്ടൻ ഡീമൺ ആണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രീ ഡീമൺ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഡീമൺസിന്റെ, അതായത് ആ ഒരു ട്രീ ഡീമൺസിന്റെ സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് മൗണ്ടൻ ഡീമണിന്റെ ഒരുപാട് അടിമകൾ വന്നിട്ടുണ്ട്. മലകളുടെ രാജാവായിട്ടുള്ള നമ്മുടെ ഡീമൺ, അവൻ എന്താണ് നിങ്ങളോട് പറഞ്ഞയച്ചത് എന്നിങ്ങനെ ആ ഒരു ലേഡി ചോദിക്കുന്നുണ്ട്. നോക്കുമ്പോ അവിടെ ഒരു പല്ലൊക്കെ ഇരിക്കുന്നത് കാണാണ്. ഓഹോ, മൗണ്ടൻ ഡീമണിന് കല്യാണം കഴിക്കാനായിട്ട് പുതിയൊരു പെൺകുട്ടി അയക്കണം അല്ലേ, കുഴപ്പമില്ല ഞാൻ 2 ദിവസം കൊണ്ട് അയച്ചോളാന്ന് പറഞ്ഞിട്ട് ഇപ്പോ അവരെല്ലാം ആ ഒരു ഡീമൺ പറഞ്ഞയക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ അവിടേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ്. അവരിപ്പോ ഭയങ്കരമായിട്ട് ലീഡർ ചീത്ത പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയെ അവൾ
കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവളിപ്പോ ലീഡർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്യൂർ ആയിട്ടുള്ള ഒരു സോളിനെ കിട്ടിയിട്ട് നീ അത് എനിക്കായിട്ട് കൊണ്ടുവന്നില്ലല്ലോ, ഇപ്പൊ ഞാൻ നിന്നെയും കൊല്ലാൻ പോവാന്ന് പറഞ്ഞിട്ട് ലീഡർ ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ ടീമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഈ ട്രീ ഡീമന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അവളിപ്പോ പറയാണ് നമ്മുടെ ഹീറോയിന് ഒരു ചാൻസ് കൂടി കൊടുത്തൂടെ, അവൾ എങ്ങനെയെങ്കിലും ഹീറോയെ വീണ്ടും തെരഞ്ഞ് കണ്ടുപിടിച്ചോളും. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ലീഡറും ഒന്ന് ആലോചിക്കുകയാണ്. ശരി, നിനക്ക് ഞാൻ കുറച്ച് ദിവസം സമയം തരാം, അതിനുള്ളിൽ ആ ഒരു പയ്യനെ തെരഞ്ഞ് കണ്ടുപിടിക്കുക. അവന്റെ സോൾ ഭയങ്കര പ്യൂർ ആണ്. അങ്ങനെ ഒരു സോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശക്തി ഇരട്ടിയാവും. അവൻ എങ്ങനെയെങ്കിലും തെരഞ്ഞു പിടിച്ചിട്ട് അവന്റെ സോൾ എനിക്ക് കൊണ്ടുത്താന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഓക്കെ പറയാണ്. ഹീറോയ്ക്ക് ബോധം വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ആ ഒരു ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, ജീവനം കൊണ്ട് ഓടാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടുന്ന് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. കുറെ ദൂരം നടന്നു ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യാണ്. ഇപ്പോൾ ഈ ഒരു മഴയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവിടെ അടുത്ത് കണ്ട ഒരു ബിൽഡിങ്ങിലേക്ക് അവൻ ഓടിച്ചെന്ന് കയറുന്നുണ്ട്. അകത്ത് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കല്ലറകൾ ഉണ്ടായിരുന്നു. ഇത് എന്ത് തേങ്ങയാണ്, ഈ ഒരു നാട്ടിൽ മുഴുവനും ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുന്ന സാധനങ്ങളേ ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ പേടിക്കണ്ട, നിനക്ക് ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഹീറോയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അവനിപ്പോ കിടക്കാൻ പറ്റിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ മാസ്റ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ മാസ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസിൽ വീണ്ടും ഒരു സിഗ്നൽ കാണിക്കുകയാണ്. ശരി, നീ ഇവിടെ റെസ്റ്റ് എടുത്തോ, എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ പോകാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോവാണോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണോ, എനിക്ക് പേടിയാവുന്നുണ്ട് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലേക്ക് ഒരു ബുക്ക് എടുത്ത് കൊടുക്കുകയാണ്. ഇത് നീ കയ്യിൽ വെച്ചോ, ഈ ഒരു ബുക്ക് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഡീമൺ പോലും നിന്റെ അടുത്തേക്ക് വരില്ല. വാതിൽ അടച്ചിട്ട് സേഫ് ആയിട്ട് കിടന്നോ, ആരും വന്ന് വാതിൽ മുട്ടുകയാണെന്നുണ്ടെങ്കിലും നേരം വെളുക്കാതെ നീ തുറന്നു കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മാസ്റ്റർ അവനെ അവിടെ ആക്കിയിട്ട് പോവാണ്. ഹീറോയും ഇപ്പോ ആ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. മാസ്റ്റർ പോയിട്ട് അധികം സമയം കഴിയുന്നതിന് മുന്നേ തന്നെ വാതിലിൽ ആരും മുട്ടാണ്. എന്നെ രക്ഷിക്കണം, എന്നെ ആ ഒരു ഡീമൺസ് ഓടിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ആ ഒരു വാതിലിന് മുട്ടുന്നുണ്ട്. നമ്മുടെ ഹീറോ പ്യൂർ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ മാസ്റ്റർ പറഞ്ഞൊന്നും അവന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ വേഗം പോയി വാതിൽ ഉറക്കാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹീറോയിൻ ആയിരുന്നു. നിന്നെ ഞാൻ ആ ഒരു വീട്ടിൽ കണ്ട പെൺകുട്ടിയല്ലേ, നിനക്ക് എന്താ പറ്റിയേ, നിന്നെ ആരോ ഉപദ്രവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ പറയാണ്, എന്റെ വീട്ടിലേക്ക് ഒരുപാട് ഡീമൺസ് വന്നിട്ടുണ്ട്, അവരെന്നെ കൊല്ലാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു രാത്രി നിനക്ക് എന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ, എനിക്ക് സേഫ് ആയിട്ട് ഇരിക്കാനായിട്ട് വേറൊരു സ്ഥലമില്ലെന്നൊക്കെ കരഞ്ഞു പറയുന്നുണ്ട്. ഹീറോയിന്റെ മനസ്സ് ഭയങ്കര ലോലമായതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട, ഇന്നിവിടെ സ്റ്റേ ചെയ്തോ, നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ചാൻസ് ആക്കി എടുത്തിട്ട് അവനെ വീണ്ടും സെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്തോ മാതിരിയൊക്കെ ആവുന്നുണ്ട്. അതിനിടയിൽ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഹീറോ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ പുറത്തേക്ക് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആ ഒരു ഡീമൺസ് ഈ ബിൽഡിങ്ങിന് പുറത്ത് കിടന്ന് കറങ്ങാന്ന് ഹീറോയിന് ഒരു കള്ളം പറയാണ്. ഇത് കേട്ട പാതി കേൾക്കാതെ പാതി നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ചാടി എണ്ണിട്ടിട്ട് മാസ്റ്റർ കൊടുത്തിട്ട് പോയിട്ടുള്ള ആ ഒരു ബുക്ക് എടുക്കുന്നുണ്ട്. അതും ഇങ്ങനെ കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുകയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് കൊണ്ട് ഇവൻ തിരിഞ്ഞ സമയത്ത് അത് കറക്റ്റ് ഹീറോയിന്റെ മേത്തേക്ക് തട്ടാണ്. ഈ ബുക്ക് ഇപ്പോ ഭയങ്കരമായിട്ട് ജ്വലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അത് തീരെ സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ നിലത്തേക്ക് വീണു പോവാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് അവള് ഡീമൺ ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോ പേടിച്ചിട്ട് നീ ഗോസ്റ്റില്ലേ, ദൂരേക്ക് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബുക്ക് വീണ്ടും നമ്മുടെ ഹീറോയിന്റെ മേത്തേക്ക് തന്നെ ഇങ്ങനെ അടിക്കുകയാണ്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സ്പെല്ല് ഹീറോയിനെ വീണ്ടും തളർത്തുന്നുണ്ട്. അവൾക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. ആ ഒരു വേദനയിൽ അവൾ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ദുർബലനായിട്ടുള്ള നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ബുക്കൊന്ന് താഴേക്ക് താത്തിയിട്ട് സോറി, നിന്നെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാനിത് ചെയ്തത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, അധികം വൈകാതെ ഡീമൺ ഹണ്ടർ ആയിട്ടുള്ള ആ ഒരു മാസ്റ്റർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും, അയാളെങ്ങനെ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിന്റെ മനസ്സ് വീണ്ടും വലിയാണ്. ഇവനെ കൊല്ലാൻ നോക്കിയിട്ട് വരെ ഇവൻ എന്റെ അടുത്ത് ഇത്രയും സോഫ്റ്റ് ആയിട്ടാണല്ലോ പെരുമാറുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ട്രീ ഡീമൺസിന്റെ ലീഡറിനെയാണ് കാണിക്കുന്നത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് 2 ഡീമൺസിനെയും കൂടി അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിച്ചാത്തന മാതിരിയുള്ള ഒരു ഡീമണും പിന്നെ വലിയൊരു ഡീമണും. ഈ 2 ഡീമൺസ് കൂടിയിട്ട് നമ്മുടെ ഹീറോ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് വരാണ്. എന്നാൽ ഈ ബിൽഡിങ്ങിന്റെ പുറത്തായിട്ട് നമ്മുടെ മാസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. മാസ്റ്റർ ഇപ്പോ ഇടയിലേക്ക് കയറി വന്നിട്ട് ഇവർ രണ്ടുപേരും തടുക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു 2 ഡീമൺസും ഭയങ്കരമായിട്ടുള്ള പവറുള്ള ആളുകളായിരുന്നു. 2 പേരും കൂടിയിട്ട് പറന്ന് നിന്ന് അടിക്കുകയാണ്. നമ്മുടെ മാസ്റ്ററും ഒട്ടും മോശമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാജിക്കൽ സോഡ് വെച്ചിട്ട് മാസ്റ്ററും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫൈറ്റ് അതിഭീകരമായിട്ട് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ ഒരു വലിയ ഡീമണല്ലേ, അവൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ നൂലുകളൊക്കെ നമ്മുടെ മാസ്റ്റർ നിൽക്കുന്നതിന് ചുറ്റും വലിച്ചു കെട്ടുന്നുണ്ട്. നമ്മുടെ മാസ്റ്ററും ഈ ഒരു നൂലിൽ നിന്നെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അദ്ദേഹം ഇവരോട് നല്ല രീതിയിൽ പോരാടുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് ഇതൊന്നും അറിയാതെ അവൻ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വരാണ്. നീ ഇനിയും ഇവിടുന്ന് പോയില്ലേ എന്തൊക്കെ ഇങ്ങനെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇതേപോലെ എന്റെ ലീഡർ നിന്നെ കൊന്ന് നിന്റെ സോള് കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ടില്ലാന്നുണ്ടെങ്കിൽ അവരെന്നെ കൊന്നുകളയും. ഓഹോ അങ്ങനെയാണോ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്റെ സോള് വേണോ, എന്നാലും നീ അത് എടുത്തോ എന്നൊക്കെ ഹീറോ ഭയങ്കര നിഷ്കളങ്കമായിട്ട് പറയുന്നുണ്ട്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവനോടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം അത് വീണ്ടും കൂടുകയാണ്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നീ ഇവിടെ നിൽക്കുന്നത് ആപത്താണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ദൂരേക്ക് പോയി നീ രക്ഷപ്പെട്ടോ. ഇത് കേട്ടതും ഹീറോ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ പുറത്തു വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മാസ്റ്റർ ആ ഒരു 2 ഡീമൺസിനോടും ഭയങ്കരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ മാസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് തെറിച്ചു വേണ്ടിണ്ടായിരുന്ന മാസ്റ്ററിന്റെ ആ ഒരു വാള് അവൻ എടുത്ത് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. ഇതിനിടയിൽ ആ ഒരു ഡീമൺസ് നമ്മുടെ ഹീറോയുടെ നേരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവനെ അവിടുന്ന് അവള് രക്ഷിക്കുന്നുണ്ട്. ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, വാ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പൊ ഹീറോയും വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. നമ്മുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിരുന്നല്ലോ. അയാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ആ ഒരു 2 ഡീമൺസിനെയും അടിച്ച് നശിപ്പിക്കുന്നുണ്ട്. ഹീറോയിനും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതിന്റെ ഇടയിൽ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന മാസ്റ്റർ കൊടുത്തിട്ട് പോയിട്ടുള്ള ആ ഒരു മാജിക്കൽ ബുക്ക് അത് താഴേക്ക് വീണ് പോവാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അതൊന്നും എടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് മുന്നോട്ടേക്ക് തന്നെ ഓടുന്നുണ്ട്. ഇതിനിടയിൽ ആ ഒരു 3 ഡീമൺ വന്നിട്ട് ഇവരെ വഴിയിൽ വെച്ചിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആഹാ, എന്നെ പറ്റിക്കാൻ മാത്രം നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടോ, നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് 3 ഡീമൺ അവളുടെ വേരുകള് ഹീറോയിന്റെ നേരെ അയക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞോടുന്നുണ്ട്. കണ്ടില്ലേ, ഇവന് വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ചതിച്ചത്, നോക്ക് അവൻ നിന്നെ ഉപേക്ഷിച്ചോടുന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ നോക്കി ചിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആ ഒരു ബുക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ ഒരു മാജിക് ബുക്ക് ഉപയോഗിച്ചിട്ട് അവൻ 3 ഡീമണിനെ അറ്റാക്ക് ചെയ്യാണ്. ഈ ബുക്കിന്റെ പവർ അടിച്ചതും ഡീമൺ അവളുടെ ശരിക്കുള്ള രൂപത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ദേഷ്യം വന്നിട്ടുള്ള ആ ഒരു ഡീമൺ ആണെന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് നേരെയും ആ ഒരു വേരുകൾ അയക്കുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് എപ്പോഴത്തെയും പോലെ നമ്മുടെ മാസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഡീമണിന്റെ കൂടെ മാസ്റ്റർ ഭയങ്കരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാണ്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെയിന്റിംഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു പെയിന്റിംഗ് ആകാശത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആ ഒരു പെയിന്റിംഗ് ലോകത്തിലേക്ക് നമ്മുടെ ഹീറോയും വലിച്ചുകൊണ്ട് അവൾ പോകുന്നുണ്ട്. നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുള്ള ആ ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ നേരെ അവളുടെ ആ ഒരു വേരുകൾ വെച്ചിട്ട് ഭയങ്കര ഭ്രാന്തമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാസ്റ്ററും ചെറുതായിട്ടൊന്ന് പതറാണ്. മാസ്റ്റർ ഇപ്പോ അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മാജിക്കൽ സോഡ് ഉപയോഗിച്ചിട്ട് മാസ്റ്ററും അവസാന നിമിഷം വരെ ഭയങ്കരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാണ്. കുറെ സമയത്തിന് ശേഷം നമ്മുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തില് 3 ഡീമണിനെ കൊന്നിട്ടുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പെയിന്റിംഗ് ലോകത്തിലുള്ള നമ്മുടെ ഹീറോയും ഹീറോയിനെയും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഹീറോയിന് ചെറുതായിട്ടൊന്ന് സമാധാനമായത്. ഹീറോയിൻ ഇപ്പോ ഹീറോയോട് പറയാണ്, നിന്റെ ആത്മാവെടുത്ത് നിന്നെ ഞാൻ കൊല്ലാൻ വന്നില്ലേ, അതിന് നിന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊക്കെ അവന്റെ അടുത്ത് ഒരുപാട് മാപ്പ് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോ പറയാണ്, നീ എന്റെ അടുത്ത് മാപ്പൊന്നും പറയണ്ട, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റല്ലല്ലോ, ആ 3 ഡീമണിന്റെ ബന്ധനത്തിലിരുന്നോണ്ടല്ലേ നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്, അതുകൊണ്ട് നീ ഒരിക്കലും ഇതിലൊന്നും കാരണക്കാരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ അവനിപ്പോ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഹീറോയിൻ അവളുടെ കഥ പറയുന്നത്. ഒരു കാലത്ത് അവളും സാധാരണ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ ഒരു 3 ഡീമൺ ആണ് അവളുടെ ആത്മാവ് പുറത്തെടുത്തിട്ട് അവളെ ഇതേപോലെ ഒരു ഡീമണാക്കി മാറ്റിയത്. ഈ ഒരു കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അവളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. ഞാനിപ്പോ പോകുന്നത് ടൗണിലേക്കാണ്, നീ എന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാലോ, നീ എന്റെ കൂടെ വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാനൊരു ഡീമണാണ്, നീയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുമാണ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നേരം വെളുക്കുന്നതിന് മുന്നേ ഈ ഒരു പെയിന്റിങ്ങിന്റെ ലോകത്തുനിന്ന് നീ എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാലാകാലവും നീ ഇതിന്റെ ഉള്ളിൽ പെട്ടുപോകും. ഇങ്ങനെയൊക്കെ ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ശക്തി നമ്മുടെ ഹീറോയിനെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള നമ്മുടെ ഹീറോയും അവളെ അവിടെയൊക്കെ തെരഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവൻ ഈ ഒരു പെയിന്റിംഗ് ലോകത്ത് നിന്ന് പുറത്തേക്ക് വീഴാണ്. നമ്മുടെ ഹീറോയിനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയത് മൗണ്ടൻ ഡീമൺസിന്റെ ആളുകളായിരുന്നു. ആ ഡീമണിന് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രൈഡിന്റെ രൂപത്തില് അവളെ ഒരുക്കിയിട്ട് അവിടുന്ന് കൊണ്ടുവന്നത് നമ്മുടെ ഹീറോ കാണുകയാണ്. ഹീറോ ഇപ്പോ അവളുടെ പുറകെ ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവരവിടുന്ന് അപ്രത്യക്ഷമായി പോവാണ്. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ ഡീമൺസ് കൊണ്ടുപോയിട്ടുണ്ട്, അവളൊരു നല്ല സോളാണ്, അവളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഡീമൺ ആണ്, അവളെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ജോലിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്റർ ഇപ്പൊ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മാസ്റ്ററിന്റെ അടുത്ത് വീണ്ടും വീണ്ടും കെഞ്ചാണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവളെ അവിടുന്ന് രക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ ഹീറോ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇപ്പൊ മാസ്റ്റർ പറയാണ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, അവളൊരു ഡീമൺ അല്ലേ, അവളെ നീ പ്രണയിക്കാന്നോ, എന്തൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവളെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയതാരാന്ന് നിനക്കറിയില്ലേ, ഡീമൺസിന്റെ തന്നെ രാജാവായിട്ടുള്ള ആ ഒരു മൗണ്ടൻ ഡീമൺ ആണ്. അത് മാത്രമല്ല ആത്മാക്കളുടെ ലോകത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും മനുഷ്യനായിട്ടുള്ള ഒരാളെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആത്മാക്കളുടെ ലോകത്തേക്ക് ആത്മാവായിട്ട് പോകാലോ, ഞാൻ മരിച്ചിട്ട് അവളെ പോയി രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ സ്വന്തം മരിക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവനെ തടഞ്ഞു വെക്കുകയാണ്. ഇവന്റെ ഈ ഒരു നിർബന്ധ കാരണം മാസ്റ്റർ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഡീമൺസിന്റെ ആ ഒരു ലോകത്തേക്ക് പോകാനായിട്ട് ഒരു പ്രത്യേകതരം റിച്വൽ ഉണ്ടായിരുന്നു. ആ ഒരു റിച്വലിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ മാസ്റ്റർ ഇപ്പോ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയും മാസ്റ്ററും കൂടിയിട്ട് ആ ഒരു റിച്വൽ ചെയ്യാണ്. ചടങ്ങുകളെല്ലാം
എല്ലാം ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കത്തി കൊടുക്കുന്നുണ്ട്. നീ ഡീമൺസിന്റെ ലോകത്തെത്തിയിട്ട് അവളെ തെരഞ്ഞു കണ്ടുപിടിച്ചതിന് ശേഷം ഈ കത്തി ഉപയോഗിച്ച് അവളെ ഫ്രീ ആക്കണം. പിന്നെ ഒരു നിമിഷം പോലും നീ അവിടെ നിൽക്കാൻ പാടില്ല. നീ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാലാകാലവും നീ അവിടെ ട്രാപ്പായി പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ ആ ഒരു ഡീമൺസിന്റെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോ ആ ഒരു വേൾഡിൽ എത്തിയതിനു ശേഷം ഹീറോയിനെ തെരഞ്ഞ് അവിടേക്ക് നടക്കുന്നുണ്ട്. അവസാനമായിട്ട് അവൻ അവളെ കണ്ടുപിടിക്കുക ചെയ്യാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളെ ഒരു പെട്ടിക്കുള്ളിലായിരുന്നു അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അവനാണെങ്കിൽ ആ ഒരു പെട്ടിക്കടുത്തേക്ക് പോകുന്നുണ്ട്. ഇവനെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ അവളെ രക്ഷിക്കാനായിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരുപാട് ഇമോഷണൽ ആവാണ്. ഹീറോ ഇപ്പോ മാസ്റ്റർ കൊടുത്തിട്ടുള്ള ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഹീറോയിനെ പൂട്ടി വെച്ച ആ ഒരു പെട്ടിയുടെ ചങ്ങലകള് ഓരോന്നോരോന്നായി വെട്ടിപ്പൊട്ടിച്ച് അവളെയും രക്ഷപ്പെടുത്തിയിട്ട് പുറത്ത് കിടക്കാനായിട്ട് ഓടുകയാണ്. ഇപ്പോ ഈ ഒരു ഡീമണ്ട് ആളുകൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇവരെ രണ്ടുപേരെയും പിടിക്കാനായിട്ട് അവർ പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ, അവള് ഇപ്പൊ അവിടേക്ക് പറന്നു വരികയാണ്. നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയിക്കോ, ഞാൻ യുവമാരുടെ കാര്യം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു കാര്യം ഏറ്റെടുക്കുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ട് അവളുടെ ജീവൻ തന്നെ ബലി നൽകിയിട്ട് ഹീറോയും ഹീറോയിനെയും അവിടുന്ന് രക്ഷിച്ച് പുറത്തേക്ക് വിടുകയാണ്. എന്നാൽ ഇവര് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നതുകൊണ്ട് മാത്രം ആ ഒരു പ്രശ്നം തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ മൗണ്ടൻ ഡീമൺ ഇപ്പോ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവന്റെ വേരുകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാണ്. അവിടെ നമ്മുടെ മാസ്റ്റർ ഉണ്ടായിരുന്നു. മാസ്റ്റർ ഇപ്പോ അദ്ദേഹത്തിന്റെ സോഡുകളും അതുപോലെ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ട് അതിശക്തമായിട്ട് ഈ ഒരു ഡീമണോട് ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഡീമൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിരുന്നു. മാസ്റ്റർ ഇപ്പോ ഈ ഒരു മൗണ്ടൻ ഡീമണെ അടക്കി നിർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ മാസ്റ്ററിന്റെ ശിഷ്യൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. മാസ്റ്റർ, ഇനിയെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സമ്മതിക്കേ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഡീമണിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ശിഷ്യൻ ഇപ്പൊ പറയുന്നുണ്ട്. മാസ്റ്ററും ഇപ്പോ സമ്മതം മൂളാണ്. ശിഷ്യന് ഒരു പ്രത്യേകതരം പവർ ഉണ്ടായിരുന്നു. സ്പെല്ലുകൾ എഴുതിയിട്ടുള്ള ഒരു കൂട്ടം കടലാസ് വെച്ചിട്ടാണ് അവൻ ആ ഒരു ഡീമണിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ രണ്ടുപേരും ഒരു വിധത്തില് ആ ഒരു സ്പെല്ലുകളും മാസ്റ്ററിന്റെ ശക്തികളും ഉപയോഗിച്ചിട്ട് ഈ ഡീമണിനെ ഒരു വിധത്തില് അടക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് നേരമൊന്നും അങ്ങനെ തുടരാനായിട്ട് സാധിക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. മാസ്റ്റർ ഇപ്പൊ പറയാണ്, ഈ ഡീമണിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവന്റെ ഹൃദയത്തിലേക്ക് മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള എന്റെ സോഡ് കൊണ്ട് വെട്ടിയാൽ മാത്രമേ ഇവനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. നീ എങ്ങനെയെങ്കിലും അവനെ കുറച്ചു നേരം ഒന്ന് മാനേജ് ചെയ്യേ. മാസ്റ്റർ ഇപ്പോ ഈ ഒരു ഡീമണിന്റെ വായിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീമൺ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആത്മാക്കള് ഡീമണിന്റെ ഉള്ളില് കെട്ടുപണഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാളെടുത്തിട്ട് ഡീമണിന്റെ ഹൃദയത്തിലേക്ക് കുത്തുകയാണ്. എന്നാൽ മാസ്റ്റർ വിചാരിച്ചാലും പവർഫുൾ ആയിരുന്നു ആ ഒരു ഹാർട്ട്. വാളുകൊണ്ട് മാത്രം അതിന് നശിപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് മാസ്റ്ററിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മാസ്റ്റർ ഇപ്പോ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് അവന്റെ സേഫ്റ്റിക്കായിട്ട് ഒരു മാജിക് ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അത് മാസ്റ്ററിന് എറിഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഹീറോയും ഇപ്പോ അവന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ബുക്ക് പുറത്തെടുക്കുകയാണ്. ആ ഒരു സമയപ്പോഴത്തേക്കും ഈ ഒരു മൗണ്ടൻ ഡീമൺ ഒരു പാറക്കല്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ തെറിച്ച് നിലത്തേക്ക് വീഴാണ്. ഈ ഒരു അറ്റാക്കില് അവന് കാര്യമായിട്ട് പറ്റിയതുകൊണ്ട് തന്നെ അവൻ അവിടെ നേടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മാജിക്കൽ ബുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡീമണിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല ഇവർക്ക് കുറെ നേരം ഇങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാനായിട്ടും പറ്റില്ലല്ലോ. ഹീറോയിൻ ഇപ്പൊ കളത്തിലിറങ്ങാണ്. മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു മാജിക്കൽ ബുക്ക് അവള് കയ്യിലെടുക്കുന്നുണ്ട്. എന്നാൽ ഗോസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് കയ്യിലെടുത്ത സമയത്ത് ഒരുപാട് പെയിൻ ഉണ്ടാവുകയാണ്. അതികഠിനമായിട്ടുള്ള ആ ഒരു വേദനയും സഹിച്ച് അവൾ ഒരു വിധത്തില് ഈ മാജിക്കൽ ബുക്ക് ഡീമണിന്റെ വായിലേക്ക് എറിയുന്നുണ്ട്. അതിപ്പോ പല പേജുകളായിട്ട് പിരിഞ്ഞിട്ട് മാസ്റ്റർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒഴുകി പോവാണ്. അതോടെ ആ ഒരു ഡീമൺ നശിക്കുന്നുണ്ട്. എന്നാൽ അത് വെറുതെ അങ്ങനെ നശിക്കായിരുന്നില്ല. ഈ ഡീമൺ ഇപ്പൊ പൊട്ടിത്തെറിച്ചിട്ട് ആഫ്റ്റർ ലൈഫിലേക്കുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. ഡീമൺ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ആത്മാക്കളും ഈ പോർട്ടലിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാക്കളെ എല്ലാം തന്നെ ആ ഒരു പോർട്ടല് അതിശക്തമായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഒരു ഗോസ്റ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അവളും ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ചാടിയിട്ട് അവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. ഹീറോയിൻ വലിച്ചുകൊണ്ട് ഹീറോയിൻ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് മാസ്റ്ററും മാസ്റ്ററിന്റെ ശിഷ്യനും കൂടിയിട്ട് നമ്മുടെ ഹീറോയുടെ കാലിൽ കയറി പിടിച്ചു നിർത്തുകയാണ്. അവനിപ്പോ ഹീറോയിന്റെ അടുത്ത് നീ പോവല്ലേ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാസ്റ്റർ പറയാണ്, നീ അവളെ വിട്ടേക്ക്, അവളൊരു ഗോസ്റ്റ് ആണ്, തീർച്ചയായിട്ടും അവൾ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് പോകണം, അതാണ് അവൾക്ക് നല്ലത് എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അവളെ വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ മാസ്റ്ററിന്റെ ശിഷ്യൻ ഉറക്കെ വിളിച്ച് പറയാണ്, നീ അവളെ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് വിട്ടാൽ മാത്രമേ ഉള്ളൂ അവൾക്ക് പുനർജന്മം എടുത്തിട്ട് വീണ്ടും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുക. അതിനുള്ള അവസരം നീ ആയിട്ട് ഇല്ലാതെയാക്കരുത്, നീ അവൾ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുക എന്നൊക്കെ പറയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവൾക്ക് അതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോ അവളുടെ കയ്യിൽ നിന്നും വിട്ടാണ്. ഹീറോയിനും ആ ഒരു പോർട്ടലിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ ഒരു പോർട്ടല് മുഴുവനായിട്ട് അടയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഹീറോ ടൗണിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. മാസ്റ്റർ, നിനക്ക് എന്റെ കൂടെ ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സിറ്റിയിലേക്ക് പോകണം, നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ഓഫീസറായിട്ട് മാറണം, ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാണ്.
വരികയാണ്. ഇപ്പൊ മാസ്റ്ററും അവന് സന്തോഷത്തോടെ യാത്രയാക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ഹീറോ പറഞ്ഞതുപോലെ അവൻ നല്ല രീതിയിൽ പഠിച്ച് ഒരു ഓഫീസറായി മാറിയിട്ടുണ്ട്. ഇവൻ മാർക്കറ്റിൽ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന സമയത്ത് ഇവന് പണ്ട് കണ്ടിട്ടുള്ള ആ ഒരു പെയിന്റിംഗ് ഓർമ്മ വരുവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെയും. ഇവനിങ്ങനെ ആ ഒരു പെയിന്റിങ്ങിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവന്റെ ബാക്കിലൂടെ ആരോ പോകുന്നത് പോലെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഫീൽ വരുന്നുണ്ട്. അവന്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടി വരികയാണ്. തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ പേരെടുത്ത് വിളിക്കുകയാണ്. ആ പെൺകുട്ടി ഇത് കേട്ടിട്ട് അവിടെ മെല്ലെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.